പ്രഖ്യാപനങ്ങൾ നടത്തി തിരിഞ്ഞു നോക്കാത്തവർക്ക് ഇത്തവണ വോട്ടുണ്ടാകില്ലെന്ന് കോഴിക്കോട് നൈനാംവളപ്പിലെ ഫുട്ബോൾ ഫാൻസ് അസോസിയേഷൻ. ഫുട്ബോൾ ആരാധനയുടെ പേരിൽ ലോകപ്രശസ്തരായ നൈനാംവളപ്പുകാരുടെ ഏക ആവശ്യം സ്വന്തമായൊരു മിനി സ്റ്റേഡിയമാണ്. ഇത് നടപ്പാക്കാൻ സഹായിക്കുമെന്ന് 100% ഉറപ്പു നൽകുന്നവർക്കേ ഇത്തവണ വോട്ടുള്ളൂവെന്നാണ് നൈനാംവളപ്പ് ഫുട്ബോൾ ഫാൻസ് അസോസിയേഷന്റെ നിലപാട്. ഫുട്ബോൾ പ്രേമത്തിന്റെ കാര്യത്തിൽ നൈനാംവളപ്പുകാരോളം വരില്ല ബ്രസീലുകാർ പോലും. ഫുട്ബോൾ ഇതിഹാസം പെലെയുടെ ഈ വാക്കുകൾ മാത്രം മതി നൈനാംവളപ്പുകാരുടെ കായിക താല്പര്യം തിരിച്ചറിയാൻ. എന്നാൽ ജനസാന്ദ്രതയിൽ വീർപ്പുമുട്ടുന്ന നൈനാംവളപ്പിലും പള്ളിക്കണ്ടിയിലുമൊക്കെയുള്ള സ്കൂളുകളിൽ പോലും കുട്ടികളെ പരിശീലിപ്പിക്കാൻ ഒരു മൈതാനം പോലുമില്ല. ഇതിനായി സ്ഥലം കണ്ടെത്തി പേരും നിശ്ചയിച്ചു, നൈനാംവളപ്പ് കോതി മിനി സ്റ്റേഡിയം. എന്നാൽ ഇത് ഏറ്റെടുത്ത് മൈതാനമാക്കാമെന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ പല സ്ഥാനാർത്ഥികളും വാക്കു നൽകി. വാക്കായി തന്നെ തുടരുമ്പോഴാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തത്. വാഗ്ദാനങ്ങൾ പുതുക്കി സ്ഥാനാർത്ഥികൾ പിന്നെയും എത്തി നൈനാംവളപ്പിൽ. നമ്മൾ ഈ പ്രാവശ്യം ആവശ്യപ്പെടുന്നത് ഈ പ്രഖ്യാപനങ്ങളെല്ലാം മാറ്റി ഇതൊരു തീരുമാനമാക്കുന്ന കാര്യത്തിൽ ഒരു MLA എന്നുള്ള നിലയ്ക്ക് കോർപ്പറേഷന്റെ മേൽ സമ്മർദ്ദം ചെലുത്തുകയും ആ കാര്യത്തിൽ അവരെന്തെല്ലാം ചെയ്യും എന്നുള്ള കാര്യത്തിൽ അവരുടെ നിലപാട് പരസ്യമായിട്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ പ്രഖ്യാപിക്കണമെന്നാണ് ആവശ്യം. ഇത്തവണ പ്രഖ്യാപനങ്ങളിൽ മാത്രം മയങ്ങി വോട്ടുണ്ടാകില്ല. മിനി സ്റ്റേഡിയം എന്ന ചിരകാല സ്വപ്നം പൂർത്തിയാക്കാൻ എന്തൊക്കെ ചെയ്യുമെന്നറിയണം. ഇപ്പോൾ മണ്ണിട്ട് മൂടി പോലത്തെ ശരിയായി ഓലൊക്കെ എന്തിനുണ്ടാകുന്നതായിട്ട് ഓല ആരും ഇങ്ങോട്ട് കാണുന്ന വരെയില്ല. ഓലൊക്കെ വാഗ്ദാനം തന്നു പോവാണ് ചെയ്തത് മൊത്തം കൗൺസിലർമാരും. നൈനാംവളപ്പ് കോതി മിനി സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കാത്തവർക്ക് ബാലറ്റ് പേപ്പറിലൂടെ മറുപടി നൽകാനൊരുങ്ങുകയാണ് നൈനാംവളപ്പുകാർ. നൈനാംവളപ്പിൽ നിന്നും TK സബീന, റിപ്പോർട്ടർ.